ഇന്ന് നമുക്ക് ഇൻഫിനിറ്റീവ് എന്താന്ന് നോക്കാം. ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പം V1ന്റെ കൂടെ V1ന് മുന്നേ ബേസ് ഫോമിന് മുന്നേ 2 ചേർക്കും. 2 ചേർത്ത് കഴിയുമ്പം V1ന് മുന്നേ 2 ചേർക്കുമ്പം ഉദാഹരണം നോക്കൂ, ടു റൈറ്റ് എഴുതാൻ, ടു ഈറ്റ് കഴിക്കാൻ, ടു ജമ്പ് ചാടാൻ, ടു സിങ് പാടാൻ. എനിക്ക് പാടാൻ പോണം. അവിടെ പാടാനെന്ന് പറഞ്ഞപ്പോൾ എന്തുപോയി? 2 വന്നു. ടു ഈറ്റ്, ടു ജമ്പ്, ടു വർക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്തുവാണ്? കഴിക്കാൻ, തിന്നാൻ, ജോലി ചെയ്യാൻ എന്നൊക്കെ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ഇത് ഇൻഫിനിറ്റീവ് നമ്മൾ നാമമായിട്ട് ഉപയോഗിക്കും, നാമവിശേഷണമായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ പിന്നെ ഒരു ഉദ്ദേശം പറയാനായിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇതിന് സ്വന്തമായിട്ടൊരു ടെൻസ് ഇല്ല, ഒരു ടെൻസ് ഫോമിൽ വരത്തില്ല. ഇത് മനസ്സിലായോ? ഉദാഹരണം നോക്ക്, ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്, ഞാൻ ഉറങ്ങാൻ പോകുന്നു. അത് പോട്ടെ, നമുക്ക് ഇത് നാമമായിട്ട് വരുന്ന എവിടാന്ന് നോക്കാം. ടു സ്വിം ഇൻ ദാറ്റ് റിവർ മേ ബി ഡേഞ്ചറസ്. ടു സ്വിം ദാറ്റ് റിവർ മേ ബി ഡേഞ്ചറസ്. ആ നദിയിൽ നീന്താൻ എന്ന് പറയുന്നത് അപകടകരമായേക്കാം. അവിടെ ടു സ്വിം ആദ്യം വന്നു, അത് അവിടെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു. മനസ്സിലായോ? ഇനി ഇത് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്തുവാണ്? ഷീ വാണ്ട്സ് ടു സ്ലീപ്പ്, അവൾക്ക് ഉറങ്ങണം. വാണ്ട്സ് ടു സ്ലീപ്പ് അല്ലെങ്കിൽ ടു റെസ്റ്റ്, റെസ്റ്റ് എടുക്കാൻ പോണം. അല്ലെങ്കിൽ ഷീ നീഡ്സ് ഹെൽപ്പ്, ടു ഹെൽപ്പ്. അങ്ങനെ ടു ചേർന്ന് വരുന്നത്. മനസ്സിലായോ? ടു വേറെ ഉണ്ട് ചേർന്ന് വരുന്നത്, പ്രിപ്പോസിഷൻ വരുന്നത്. ആ ടു വേറെ. ടു ഐ ആം ഗോയിങ് ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഷീ വെന്റ് ടു മുംബൈ, അവൾ മുംബൈയിലേക്ക്. ലേക്ക്, ആ ടു പറയുമ്പം ലേക്ക് അല്ലെങ്കിൽ വരെ എന്നൊക്കെ ഉള്ള അർത്ഥം പ്രിപ്പോസിഷനായിട്ട് പറയുമ്പോൾ ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ V1 ഫോമിനോട് വെർബിന്റെ കൂടെ, വെർബിന്റെ മുമ്പ് 2 ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ഇൻഫിനിറ്റീവ്. മനസ്സിലായോ? പിന്നെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കും. സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അത് തുടക്കക്കാർക്ക് അതൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു ഉദാഹരണം പറയാം. ഹിസ് അംബീഷൻ ഈസ് ടു ഫ്ലൈ. അവന്റെ ആഗ്രഹം അല്ലെങ്കിൽ അംബീഷൻ എന്ന് പറയുന്നത് ടു ഫ്ലൈ, പറക്കാനാണ്, പറക്കുകയാണ്. മനസ്സിലായോ? പറക്കാൻ. അടുത്തത് അഡ്ജക്റ്റീവായിട്ടും ഇത് ഉപയോഗിക്കും. അഡ്ജക്റ്റീവ് എന്ത് വരുന്നത്? നാമത്തെ വിശേഷിപ്പിക്കാൻ. ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു, ചെയ്യാനുള്ള ജോലികൾ. ടു ഡു, ചെയ്യാൻ. ആ ലോട്ട് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു വർക്കിന്റെ അഡ്ജക്റ്റീവാണ് ടു ഡു. അങ്ങനെ ഉപയോഗിക്കാം. എനിക്ക് ധാരാളം വർക്കുകൾ ചെയ്യാനുണ്ട്. പിന്നെ ഒരു നൗണിന്റെയോ പ്രോനൗണിന്റെയോ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പം അത് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഐ ഇൻവൈറ്റഡ് എ പേഴ്സൺ, ഞാനൊരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്തു, ക്ഷണിച്ചു. എന്തിനാ? ടു അറ്റൻഡ് ദ പാർട്ടി, ആ പാർട്ടിയിലെ അറ്റൻഡ് ചെയ്യാൻ. ടു അറ്റൻഡ്, ചെയ്യാൻ, പങ്കെടുക്കാൻ. അവിടെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഇത് ഏതാണ്? ഇൻഫിനിറ്റീവ് ഉപയോഗിക്കും. അതുപോലെ ഇത് ക്വസ്റ്റ്യൻ വേർഡ്സിൽ ഉപയോഗിക്കും. ഡു യു നോ വാട്ട് ടു ഡു? വാട്ട് ടു ഡു. ഡു യു നോ, നിനക്കറിയോ? വാട്ട് ടു ഡു, എന്താണ് ചെയ്യാൻ ഉള്ളതെന്ന്. വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടതെന്ന്. ടു ഡു, ചെയ്യാൻ. ആൻ, വേണ്ടത്, അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ മനസ്സിലായല്ലോ?